Morning to everyone. Yes, Good morning, sir. morning. Good morning, sir. Good Morning, sir. Good morning. Good morning. സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ഒരു പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ഈ പ്ലാറ്റ്ഫോമിൽ 19ാം ദിവസം ഒരുമിച്ച് കൂടാൻ നമ്മൾ ഒരുമിച്ച് കൂട്ടിയ സർവശക്തന് നന്ദി. ഒരിക്കൽ ഒരു ചിത്രകലാ മത്സരം നടക്കുകയുണ്ടായി. ലോകത്ത് അന്ന് വരെ പ്രഖ്യാപിക്കാത്ത സമ്മാന തുകയാണ് ആ മത്സരത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചിത്രകാരന്മാർ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി. സംഘാടകർ ഈ മത്സരത്തിൻ്റെ ചിത്രരചനയുടെ വിഷയം പ്രഖ്യാപിച്ചു. ദ മോസ്റ്റ് പീസ്ഫുൾ മൊമെന്റ്. ദ മോസ്റ്റ് പീസ്ഫുൾ മൊമെന്റ്, ഏറ്റവും ശാന്തമായ നിമിഷം എന്നാണ് ഈ വിഷയം പ്രഖ്യാപിച്ചത്. ചിത്രകാരന്മാർ അവരുടെ എല്ലാ ഭാവനയും ഉപയോഗിച്ച് അവരുടെ ക്യാൻവാസിലേക്ക് ചിത്രം പകർത്താൻ തുടങ്ങി. അങ്ങനെ മത്സര ദിവസം വന്നെത്തി. മനോഹരമായ മലനിരകളും പച്ചപുതച്ച താഴ്വാരങ്ങളും അലതല്ലി ഒഴുകുന്ന അരുവികളും കളകാരവം പൊഴിക്കുന്ന കിളികളുമൊക്കെ എല്ലാവരുടെയും ചിത്രങ്ങളിൽ, ക്യാൻവാസുകളിൽ പകർന്നാടി. നമ്മുടെ കണ്ണിനെ കണ്ണഞ്ചിപ്പിക്കുന്ന അതിമനോഹരമായ ചിത്രങ്ങൾ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചത്തോടെ മികച്ചതായി ഒരുക്കാൻ ശ്രമിച്ചു. അങ്ങനെ ചിത്ര പ്രദർശനത്തിന്റെ ദിവസം ആയി. എല്ലാവരും അവരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. എല്ലാ ചിത്രങ്ങളും പരിശോധിച്ച് സംഘാടകർ മത്സര ഫലം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. അനൗൺസ്മെന്റ് വന്നു. ഏറ്റവും മികച്ച ചിത്രം ഈ വേദിയിൽ പ്രദർശിപ്പിക്കുന്നു. സദസ്സിൽ നിന്നും നിറഞ്ഞ കയ്യടി. ആ മനോഹരമായ ചിത്രത്തെ കാണാൻ അവിടെ കൂടിയിരിക്കുന്ന ചിത്രകാരന്മാരും സംഘാടകരും കാണാൻ വന്ന ആളുകളും ഒത്തുകൂടിയിരുന്നു. ചിത്രം വേദിയിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ഒരു നിമിഷം എല്ലാവരും സ്തബ്ധരായിപ്പോയി. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ചിത്രകാരന്മാർ പലരും സംഘാടകർക്ക് തെരഞ്ഞെടുത്ത ചിത്രത്തിൽ എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്ന് സംശയിച്ചു. കാരണം അത്തരം ഒരു ചിത്രമായിരുന്നു 1ാം സ്ഥാനം കിട്ടിയതായി അവിടെ കാണിച്ചത്. ചിത്രകാരന്മാർ ചോദിച്ചു സംഘാടകരോട്, നിങ്ങൾക്ക് എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ടോ നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുക്കാൻ കാരണം? കാരണം ആ ചിത്രത്തിൽ ആർത്തിരമ്പി പെയ്യാൻ വെമ്പി നിൽക്കുന്ന കാർമേഘങ്ങൾ, കൊടുങ്കാറ്റ്, ഭയപ്പെടുത്തുന്ന മിന്നൽ പിണറുകൾ, ഇതൊക്കെയുള്ള ചിത്രമായിരുന്നു അത്. സംഘാടകരിലെ മുഖ്യ ആള് പറഞ്ഞു, ശരിയാണ്, ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ വളരെ കലുഷിതമായ പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷമാണ് കാണുന്നത്. പക്ഷേ ഈ ചിത്രത്തിന്റെ അടിഭാഗത്ത് നിങ്ങൾ നോക്കിയോ? ആ വയലിൽ തൻ്റെ നിലമുഴുന്ന ആ കർഷകന്റെ മുഖത്തെ ശാന്തത, ആ കർഷകന്റെ മുഖത്തെ കോൺഫിഡൻസ്, തേജസ്, സമാധാനം, അതാണ് ഈ ചിത്രത്തിന് 1ാം സ്ഥാനം കൊടുക്കാൻ കാരണം. ഇത്ര പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലും
ഇത്ര കലുഷിതമായ അന്തരീക്ഷത്തിലും ശാന്തത കൈവരിക്കാൻ കഴിയുന്ന ആ മുഖമുണ്ടല്ലോ, അതിനാണ് ഒന്നാം സമ്മാനം കൊടുക്കാൻ ഇടയായത്. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം നിറഞ്ഞ കയ്യടിയോടുകൂടി സദസ്സത് സ്വീകരിച്ചു. ആ ചിത്രകാരനെ വാനോളം പുകഴ്ത്തി. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ പ്രക്ഷുബ്ധമായ അവസ്ഥയിൽ, വളരെയധികം കലുഷിതമായ ചുറ്റുപാടിൽ ശാന്തമായ, പ്രസന്നമായ, സമാധാനപരമായ, കോൺഫിഡൻസ് ഉള്ള, ആത്മാർത്ഥതയുള്ള, ആത്മസംതൃപ്തിയുള്ള, ആത്മവിശ്വാസമുള്ള മനസ്സോടുകൂടി നിൽക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ സൗന്ദര്യം നിലനിൽക്കുന്നത്. അതാണ് വേണ്ടത്. അതാണ് നമ്മളുടെ സോൾ അവേക്കനിങ് പ്രോഗ്രാമിൻ്റെ ഒക്കെ ലക്ഷ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ പ്രോഗ്രാമിൽ പലർക്കും പങ്കെടുക്കാൻ കഴിയില്ല. കാരണം ഇതൊരു നിയോഗമാണ്, ഇതൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ 18-ാം തീയതി നടക്കുന്ന മെഗാ സോൾ അവേക്കനിങ് പ്രോഗ്രാമിൽ പരമാവധി ആളുകൾക്ക് ലിങ്ക് ഷെയർ ചെയ്യണം. കാരണം ലിങ്ക് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ കഴിയില്ല. എൻ്റെ തന്നെ ഒരു സുഹൃത്ത്, ഞാൻ പല ദിവസങ്ങളായി ഭയങ്കര തിരക്കിൽ ജീവിക്കുന്ന ആളാണ്, ഒരുപാട് കാര്യങ്ങൾ അറിയാം, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ മാസ്റ്ററാണ്, പല കാര്യങ്ങളും പഠിപ്പിക്കുന്ന ആളാണ്. ഇതിൽ പങ്കെടുക്കാൻ ഞാൻ പലപ്പോഴും പറഞ്ഞു, പക്ഷേ അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്ന് രാവിലെ ഞാനിപ്പോൾ ഒന്ന് മൊബൈലിൽ കയറാൻ കാരണം അതാണ്. കമ്പ്യൂട്ടർ എന്തൊരു ചെറിയൊരു പ്രശ്നം കാണിക്കുന്നു. പുള്ളിയെ വിളിച്ച് സമയം പോയി. ഇന്നെന്തായാലും പുള്ളി ഇതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. ഇല്ല, പുള്ളി പറഞ്ഞു ഇതിൻ്റെ ബുക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഒന്ന് അറിയിക്കുക, ആ ബുക്സ് വാങ്ങി വായിച്ചോളാം, പിന്നെ ഒരു ദിവസം ഞായറാഴ്ച എന്തായാലും പങ്കെടുക്കാം എന്നൊക്കെ പറഞ്ഞു. ബുക്സ് വായിച്ചത് കൊണ്ട് ഈ ഒരു വിസ്ഡം, ഈ ഒരു തിരിച്ചറിവ് ലഭിക്കില്ല. വായിച്ച് നേടേണ്ട അറിവല്ല ഇത്. ലോകത്ത് വായിച്ച അറിവ് നേടിയ ഒരുപാട് ആളുകളുണ്ട്. അറിവ് കൊണ്ട് വിസ്ഡം കിട്ടില്ല. അതൊരു വിശാലമായ ഒരു സബ്ജക്റ്റാണ്. ഇപ്പൊ പറയാനുള്ള ഈ ഒരു സമയത്ത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ജീൻസ് ക്ലിയറിന്റെ ആറ്റമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ജീൻസ് ക്ലിയർ എന്ന് പറയുന്ന ഒരു ആൾ എഴുതിയത്. അപ്പൊ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സമഗ്രമായിട്ട്, എന്തുകൊണ്ടാണ് സമഗ്രമായി നമ്മളെ കുടുംബജീവിതവും നമ്മുടെ ജോലിയും നമ്മുടെ ഫ്രണ്ട്സിനെയും നമ്മുടെ ആരോഗ്യത്തെയും ഒരേപോലെ കൊണ്ടു നടക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെ കുടുംബം, നമ്മളെ ആരോഗ്യം, നമ്മളെ ജോലി, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഫ്രണ്ട്സ്, ഈ 4 കാര്യങ്ങൾ നമ്മളെ 4 ബർണേഴ്സ് എന്ന് അദ്ദേഹം പറയും. 4 അടുപ്പുകൾ. ഈ 4 അടുപ്പും ഒരേപോലെ കത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോഴാണ് ഒരു ശാന്തമായ കുടുംബജീവിതം വരിക. ഏതൊക്കെ? കുടുംബം, നല്ലൊരു കുടുംബം ഉണ്ടാവുക, സ്നേഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമുക്ക് സ്വസ്ഥത നൽകുന്ന ഒരു കുടുംബം, നമുക്ക് പറ്റിയ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി, നമ്മളത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്, കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയല്ല. ആ ബുക്കിൻ്റെ പേര് ആറ്റോമിക് ഹാബിറ്റ്സ്. ആറ്റോമിക് ഹാബിറ്റ്സ്. അത് നമ്മുടെ ഹാബിറ്റുകൾ ഉണ്ടാക്കി എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാം എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ചുരുക്കം ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബം, സ്നേഹിക്കുന്ന ഒരു കുടുംബം, അതേപോലെ നല്ല ആരോഗ്യം, ഒപ്പം തന്നെ നമുക്കിഷ്ടപ്പെട്ട ജോലി, കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയല്ല, എങ്ങനെയെങ്കിലും പണ്ടാറടങ്ങാൻ രാവിലെ പോണല്ലോ ഓഫീസിലേക്ക് എന്ന് വിചാരിച്ച് ചെയ്യുന്ന ജോലിയല്ല, ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന, നമുക്ക് ആഗ്രഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ജോലി. അതേപോലെ ഫ്രണ്ട്സിൻ്റെ എപ്പോഴും നല്ലൊരു കൂട്ടം ഫ്രണ്ട്സ് ഉണ്ടാവുക. ഇത് 4ഉം ഒരേപോലെ ആവാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷെ ലോകത്ത്, ജീൻസ് ക്ലിയർ പറയുന്നത്, ലോകത്ത് ഇതിലേതെങ്കിലും ഒന്ന് നല്ല രീതിയിലാവണമെങ്കിൽ മറ്റേതെങ്കിലും ഒന്ന് കെട്ടുപോകും. 3 ബർണറും ഒരേപോലെ കത്തില്ല.
ഒരേപോലെ കത്തുകയാണെങ്കിൽ അയാളൊരു ആവറേജ് ആളായിരിക്കും, ഒരു ശരാശരി മനുഷ്യനായിരിക്കും. എന്തെങ്കിലും ഒന്നിൽ ഒരു ഉയർച്ച നേടിയ മനുഷ്യനാവണമെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നെങ്കിൽ ഫാമിലി വീക്കായിരിക്കും, ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫാമിലി സുഖകരമായ ഫാമിലി ആയിരിക്കില്ല, നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ല ജോലിയും ഉണ്ടാവും, ഫ്രണ്ട്സും ഉണ്ടാവും. ഫാമിലിയും ആരോഗ്യവും ജോലിയും ഓക്കെ ആണെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് നമ്മളെ സ്റ്റീവ് ജോബ്, ആപ്പിൾ കമ്പനിയുടെ ഓണർ, 56-ാം വയസ്സിൽ മരിച്ചുപോയ മനുഷ്യൻ. ധാരാളം നല്ല ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് ധാരാളം പണം ഉണ്ടാക്കി മരിക്കുന്ന സമയത്ത് 1,00,000 കോടി ഇന്ത്യൻ റുപ്പീസ് അദ്ദേഹത്തിന് ആസ്തിയായിട്ടുണ്ടായിരുന്നു. സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു. പക്ഷെ ഫാമിലി ഇല്ല, ആരോഗ്യമില്ല. ആരോഗ്യമില്ലാതെയാണ് മരിച്ചുപോയത്. നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, നല്ല ജോലി ഉണ്ടായിരുന്നു. ഫാമിലി ഇല്ല, ആരോഗ്യമില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, പുസ്തകം വായിച്ചതുകൊണ്ട് ജീവിതത്തിൽ സ്വസ്ഥയും സമാധാനവും ഉണ്ടാവില്ല. റൂമിയുടെ ഒരു കഥയുണ്ട്. നൗഷത്ത് രാവിലെ റൂമിയെ ഒന്ന് കോട്ട് ചെയ്തു. ചെറിയൊരു കഥയാണ്, അവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരിക്കൽ ഒരു രാജാവ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഒരു ചിത്ര രചനാ മത്സരം നടത്തി. ചിത്രരചനയുടെ കഥ ആദ്യം ഓർമ്മ വന്നോണ്ട് എനിക്ക് ഇത് ഓർമ്മ വരുന്നത്. ആ ചിത്രരചനാ മത്സരം എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ചൈനക്കാരായ കുറെ കലാകാരന്മാർ, ഈജിപ്ഷ്യനായ കുറെ കലാകാരന്മാർ. ഇതിൽ ചൈനക്കാരാണോ ഈജിപ്ഷ്യനാണോ ഏറ്റവും നല്ല ചിത്രം വരയ്ക്കുക എന്നായിരുന്നു മത്സരം. അങ്ങനെ ചിത്രം വരയ്ക്കുന്നതിന് വേണ്ടിയുള്ള വാൾ തയ്യാറായി, ചുമര് തയ്യാറായി. ഒരു വാൾ ഒരു ഭാഗത്തും മറ്റേ വാൾ വേറൊരു ഭാഗത്തും. ഇതിന് നടുക്കൊരു കർട്ടൻ ഇട്ടു. ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. കലാകാരന്മാർ ധാരാളം കളേഴ്സ്, പലതരം ബ്രഷുകൾ, പലതരം ഓയിൽസ് ഒക്കെ ലിസ്റ്റ് കൊടുത്തു, വലിയൊരു ലിസ്റ്റ്. ആ ലിസ്റ്റ് വാങ്ങിച്ച് അവർ രാജാവ് അതൊക്കെ എത്തിച്ചു കൊടുത്തു, തയ്യാറാക്കി, ചിത്രം വരക്കാൻ തുടങ്ങി. ഈജിപ്ഷ്യൻകാർ അധികമൊന്നും ആവശ്യപ്പെട്ടില്ല. വളരെ ചെറിയ ചില സാധനങ്ങൾ മാത്രമേ, വളരെ നെഗ്ലിജിബിളായ ചില സാധനങ്ങൾ മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. ചൈനക്കാരും ഈജിപ്ഷ്യൻകാരും ചിത്രം വരക്കാൻ തുടങ്ങി. അങ്ങനെ ചിത്രം വരച്ചു കഴിഞ്ഞു. അവസാന ദിവസം ചിത്രത്തെ പരിശോധിക്കാൻ വേണ്ടി രാജാവ് ഏറ്റവും നല്ല ചിത്രം ഏതാണെന്ന് കണ്ടെത്താൻ. ചൈനക്കാരുടെ വാൾ നോക്കി. അതിമനോഹരമായ വിവിധ വർണ്ണങ്ങളാൽ, കളറുകളാൽ സമ്പുഷ്ടമായ ചിത്രങ്ങൾ, വളരെ കളർഫുൾ ചിത്രങ്ങൾ. അത് കണ്ടു. കർട്ടൻ മാറ്റി നമ്മുടെ ഈജിപ്ഷ്യൻകാരുടെ ചിത്രം നോക്കി. അപ്പം അവര് ഈ ചുമരിനെ പ്യൂരിഫൈ ചെയ്ത് മിനുക്കി ഒരു മിററാക്കി മാറ്റിയിരുന്നു. പൊടിപടലമില്ലാത്ത ഒരു കണ്ണാടിയാക്കി മാറ്റിയിരുന്നു. വരസി അത്രയും സ്മൂത്താക്കി. ആ വാളിൽ തട്ടി ചൈനക്കാരുടെ ചിത്രം കറക്റ്റായി പ്രതിഫലിക്കുന്ന പ്രതിബിംബമാണ് അവിടെ കാണുന്നത്. ഈ പ്രതിബിംബം ഈ ഗ്ലാസ്സിൽ തട്ടിയിട്ട് അതിൻ്റെ അകത്തിലൂടെ കാണുമ്പോൾ അതിൻ്റെ ഭംഗി എത്രയോ മടങ്ങ് വലുതായിരുന്നു. ഇതേപോലെയാണ് ശരിക്ക് പുസ്തകം വായിച്ച് വിവരമുണ്ടാക്കുന്ന ആളും തൻ്റെ സോളിനെ മിനുക്കി ഈഗോ കഴുകിക്കളഞ്ഞ്, അത്യാഗ്രഹം കഴുകിക്കളഞ്ഞ്, ഭയങ്ങൾ കഴുകിക്കളഞ്ഞ് വരസി ക്ലിയറാക്കുന്ന ചുമരും. അപ്പം നമ്മൾ വിവരം ആർജിക്കുന്നതിന് അല്ല ഏറ്റവും വലിയ പ്രാധാന്യം. ഇന്ന് വിവരം ലോകത്ത് ഒരുപാട് സ്ഥലത്ത് കിട്ടാനുണ്ട്. എല്ലാ വിവരമൊന്നും നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ വിഷ്ടമില്ല, സമാധാനമില്ല. സുഹൃത്തുക്കളെ, നിങ്ങളുടെ മനസ്സിൻ്റെ, നിങ്ങളുടെ സോളിൻ്റെ ഈഗോയും അത്യാർത്തിയും ഭയവും എല്ലാം കഴുകിക്കളയാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അതിലാണ് വിഷ്ടം, അതിലാണ് അതിമനോഹരമായ ചിത്രങ്ങൾ രൂപപ്പെടുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ശുഭകരമായ ഒരു ദിനം ആശംസിക്കുന്നു. ആ മനസ്സിനെ
സോളിനെ കഴുകിക്കളയുന്ന പ്രോസസ്സിൽ ഷൈൻ മുഹമ്മദ് സാർ, നമ്മുടെ സോൾ മാസ്റ്റർ, നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സാറിനെ ഒരിക്കൽ കൂടെ ഈ സെഷൻ കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. മൈഥിലി സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, വളരെ കൃത്യമായിട്ട്. ഷീസ് സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, വളരെ കൃത്യമായിട്ട്. ഇവിടെ എല്ലാവർക്കും എത്താൻ കഴിയില്ല. 3.5 കോടി ജനങ്ങളിൽ നിന്നും വളരെ കുറച്ച് പേർക്ക് മാത്രമേ എത്താൻ. നിങ്ങൾ എത്രയൊക്കെ പബ്ലിസിറ്റി കൊടുത്താലും കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടി. എത്താൻ പറ്റൂല. നിങ്ങൾ നിർബന്ധിക്കുകയും ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ മെസ്സേജ് അയക്കും, ഇൻഫർമേഷൻ കൊടുക്കും, ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. രാവിലെ തന്നെ പിടിച്ചുകൊണ്ടിരുത്തരുത്. സത്യത്തിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. നിങ്ങൾ എപ്പോഴോ നിങ്ങളുടെ തേട്ടം കൊണ്ട്, നിങ്ങൾ എപ്പോഴോ നിങ്ങളുടെ മനസ്സിന്റെ അന്വേഷണത്തിന്റെ മനസ്സിന്റെ അതിശക്തമായ ആഗ്രഹം കൊണ്ട് മാത്രം വന്നെത്തിയതാണ്. ഞാൻ വർഷങ്ങളോളം അലഞ്ഞ് തേടി അന്വേഷിച്ച് സകല പുസ്തകങ്ങളും സകല ആൾക്കാരെയും പോയി കണ്ട്, പലരിടത്തും പോയി കണ്ട് പലയിടത്തുനിന്നും നേടിയെടുത്താണ്. അന്വേഷിച്ച് ഇത് അന്വേഷിച്ച് നടക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ സമാധാനം സന്തോഷം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് എന്തോരം മെസ്സേജ് ഇട്ടാലും എല്ലാവർക്കും കൂടെ വന്നിരിക്കാൻ പറ്റൂല. ചിലര് വരും, വിട്ടുപോകും, ചിലര് പേടിച്ചിറങ്ങി പോകും. അന്ന് നിൽക്കാൻ പറ്റില്ല. അതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഷംസു തബ്രീസ് എന്ന് പറയുന്ന ഈ റൂമിയുടെ ഗുരുനാഥൻ, അദ്ദേഹത്തെ കണ്ടുമുട്ടിയതിന് ശേഷം തന്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങൾ മുഴുവൻ ഒരു കിണറ്റിലേക്ക് എടുത്തിട്ടാണ്. നിങ്ങളൊരു 100 കൊല്ലം 1000 കൊല്ലം പഠിച്ചാലും കിട്ടാത്ത 1000 കൊല്ലം പുസ്തകങ്ങൾ വച്ചിട്ട് ഗ്രന്ഥങ്ങൾ വെച്ച് പഠിച്ചാലും കിട്ടാത്ത ഒരു അറിവായിരിക്കും ചിലപ്പോ 1-2 മണിക്കൂർ നിങ്ങളൊരു സ്ഥലത്ത് നിന്ന് ഇരുന്നാൽ കിട്ടും. എവിടെന്നെങ്കിലും ഇരുന്നാൽ കിട്ടും. ഇപ്പോ അത്തരം ഒരു അറിവ് കിട്ടണമെന്ന് ഈ യൂണിവേഴ്സ്, പ്രപഞ്ചം, ബ്രഹ്മം, പരമാത്മാവ്, ഈശ്വരൻ, ദൈവം, അള്ളാഹു, യഹോവ, ഇവരൊക്കെ തീരുമാനിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. അല്ലാത്തവർക്ക് കിട്ടണ എങ്ങനെയാ? അല്ലാത്തവർക്ക് കിട്ടൂല. നിങ്ങൾ അറിയിച്ചു കൊടുക്കുക. അന്വേഷിച്ച് നടന്നിട്ടുണ്ടാവും, ഒരുപാട് അന്വേഷിച്ച് അലഞ്ഞിട്ടുണ്ടാവും. എന്താണ് സത്യം, എങ്ങനെയാണ് സ്വന്തമാക്കുന്നത്, എങ്ങനെയാണ് ശാശ്വതമായ ഒരു സമാധാനം കിട്ടുന്നത്. എപ്പോഴും അവിടേക്കിടയൊക്കെ പോയിട്ട് കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇത് വിട്ടുപോവാണല്ലോ. ഇവിടെ വന്നവർക്കും ആയിട്ടില്ല. ഇവിടെ വന്നവരും ജസ്റ്റ് പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് തുടങ്ങി വച്ചിട്ടേ ഉള്ളൂ. യഥാർത്ഥ പ്യൂരിഫിക്കേഷനിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിലേക്ക് എത്താൻ കഴിയുക. ഓരോ മനുഷ്യന്റെ ഉള്ളില് അത്യാഗ്രഹിയായ ഒരു കാക്ക ഉണ്ട് എന്നാണ് പറയാ. അത്യാഗ്രഹിയായ ഒരു കാക്ക. ചില പണ്ഡിതന്മാരും ചില ഗുരുക്കന്മാരും ശരിക്കും ഒരു കാക്ക നമ്മുടെ ഒപ്പം ഉണ്ട് എന്ന് തന്നെ പറയുന്നവരുണ്ട്. അഹങ്കാരവും മേനി നടിക്കുന്നതുമായ ഒരു മയിൽ, എത്ര കാണാൻ കൊള്ളാത്തവനായിക്കോട്ടെ, എത്ര കാണാൻ കൊള്ളാവുന്നവനായിട്ടോ, എത്ര വെളുത്തവനായിക്കോട്ടെ, എത്ര കറുത്തവനായിക്കോട്ടെ, എത്ര വിരൂപിയായിക്കോട്ടെ, എത്ര സൗന്ദര്യമുള്ളവനായിക്കോട്ടെ, എല്ലാവരുടെ ഒപ്പം അതിൽ മേനി നടിക്കുന്ന, എന്തെങ്കിലും ഒന്നിലൊന്ന് മേനി നടിക്കുന്ന അഹങ്കാരം കാണിക്കുന്ന ഒരു മയിൽ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാ മനുഷ്യരുടെ ഉള്ളില് ഏതെങ്കിലും ഒരു അവസരത്തിൽ പിശുക്ക് കാണിക്കുന്ന ഒരു പ്രാവ് കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു പ്രാവ്. മനുഷ്യന് കാമം ആവശ്യമാണ്, ലൈംഗികത ആവശ്യമാണ്, റിലേഷൻഷിപ്പുകൾ ആവശ്യമാണ്. പക്ഷേ അതിന്റെ എല്ലാം എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ഒരു കോഴി എന്ന് പറയുമ്പോൾ കോഴിന്ന് നമ്മൾ വിളിക്കാറില്ല ആൾക്കാരെ. കോഴി, അത് സത്യത്തിൽ അങ്ങനെ ഒരു കോഴി ഉണ്ട് എന്നാണ് പറയും. ഇതിനെയെല്ലാം മെരുക്കി, ഇതിനെല്ലാം കൂടെ നിൽക്കുന്ന ഈ സാധനങ്ങളെല്ലാം, അല്ലെങ്കിൽ ആ സ്വഭാവങ്ങളെയെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് മെരുക്കി കൊണ്ടുപോയി നടക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മൈൻഡിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, മൈൻഡ് പവർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സോളിനെ പ്യൂരിഫൈ ചെയ്യാൻ. അല്ലാതെ കുറെ അഫർമേഷൻ, ഞാൻ ഇങ്ങനെ വലിയ പണക്കാരനാവുകയാണ്, ഞാൻ പണക്കാരനാവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണക്കാരനാവൂല. ഞാൻ സന്തോഷവാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്കുണ്ടാവും സന്തോഷം, അത് കഴിയുമ്പോ എന്ന് പറഞ്ഞിട്ട് പോകും. അതിന്റെ ഇടയിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഈ പറയുന്ന ഇതിന്റെ എല്ലാം ഉള്ള ഒരു ഉപകാര്യങ്ങൾ കയറി വന്നുണ്ട്. ഉപകാരം, അഹങ്കാരം, പിശുക്ക്, അത്യാർത്തി, കാമം പോലെയുള്ള വികാരങ്ങളുടെ എന്തെങ്കിലും ഒന്ന് നമ്മളെ കവർ ചെയ്ത്, നമ്മുടെ സോളിനെ കവർ ചെയ്ത്, അത് കവർ ചെയ്യാതെ കയറി വന്നാൽ കുഴപ്പമില്ല. പക്ഷെ കവർ ചെയ്ത് കയറി വരും. അപ്പൊ എന്ത് പറ്റും? വീണ്ടും നമ്മള് ചില കാര്യങ്ങൾ നമ്മളിന്ന് ഇപ്പൊ മാറിപ്പോയിട്ടുണ്ട്. കുറച്ചു ദിവസം തുടർച്ചയായി ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അവര് പോലും അറിയാതെ ചില കാര്യങ്ങൾ, അതിനെ ചില ഗുരുക്കന്മാർ വിശേഷിപ്പിക്കുന്നത്, അവിടെ നിങ്ങളുടെ എല്ലാ മനുഷ്യരുടെയും പൊക്കിളിന്റെ അവിടെ ഒരു നായയുണ്ട്, അത് മാറി കുതിരയാകും. എല്ലാവരുടെയും ശരീരത്തിൽ ഒരു ആനയുണ്ട്,
ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നത്, അത് ഓടിപ്പോകും. അതിനൊക്കെ ഒരു ഉപമകളിലൂടെ പറഞ്ഞിരിക്കുന്നതാണ്. ചിലതൊക്കെ ഓടിപ്പോയി, ചിലതൊക്കെ മാറി കുതിരയായി. പക്ഷെ ചില കാര്യങ്ങൾ ഇപ്പോഴും മാറാനുണ്ട്. അത് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു താൽക്കാലികമായ ആശ്വാസം, എവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ഒരു സമാധാനം, കുറച്ച് സമാധാനം, വീണ്ടും നിങ്ങൾ അവിടെ പോയി ഇരിക്കേണ്ടി വരിക. ചില ദേവസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ചില ആരാധനാലയങ്ങൾ പോകുമ്പോൾ ആശ്വാസം കിട്ടുക. അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും വരിക. ചില ക്ലാസ്സുകൾക്ക് പോവുക, അവിടെ പോയി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരിക. ഇതൊന്നുമില്ലാതെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു മൈൻഡ് പവർ അതിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവിടെ വരാൻ കഴിയും. ഇവിടെ അർഹതപ്പെട്ടവന് മാത്രമേ വരാൻ, ഇവിടെ അർഹതപ്പെട്ടവർക്ക് മാത്രമേ വരാൻ, അല്ലാത്ത ഒരാൾക്കും ഇവിടെ വരാം. എത്ര നിങ്ങൾ പിടിച്ചുകൊണ്ട് നിർത്തിയാലും ആൾ ഓടി, നിങ്ങൾ പിടിച്ചുകൊണ്ട് നിർത്തിയാലും ആൾ ഓടി രക്ഷപ്പെട്ടു. എല്ലാത്തവർക്കും ഇവിടെ വരാം. ഇതിനിങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കും. ഗ്രാജുവലി കൂടി വന്നുകൊണ്ടിരിക്കും. നമ്മൾ ആരെയും പിടിച്ചുകൊണ്ട് നിർത്താതെ തന്നെ ഇത് കൂടി വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള ഇത്തരം വികാരങ്ങളൊന്ന് ശുദ്ധീകരിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഇതിനകത്ത് ഇപ്പൊ കുറച്ച് ദിവസമായിരിക്കുകയാണ്. നമ്മൾക്ക് ഇങ്ങനെയുള്ള വികാരങ്ങൾ ഉണ്ടോ? ഞാൻ ഇന്നലെ പറഞ്ഞു, എല്ലാവരുടെയും മനസ്സിൽ വിചാരം, എന്റെ മനസ്സിൽ അഹങ്കാരമില്ല, എന്റെ മനസ്സിൽ പ്രശ്നങ്ങളൊന്നുമില്ല, എന്റെ മനസ്സിൽ അവിടെയാണ് നമ്മൾ ഈ നന്ദിയും ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗീവ്നെസ്സും അൺകണ്ടീഷണൽ ലവും ഒക്കെ അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് ഞാൻ നിങ്ങളോടെല്ലാം ക്ഷമിച്ചു, മുമ്പ് ചെയ്തവരെല്ലാം ക്ഷമിച്ചു, ഞാനിനി ഞാൻ എല്ലാവർക്കും പുറത്തു കൊടുത്തു, ഞാൻ എല്ലാവരെയും ഇനി സ്നേഹിക്കാണ് എന്ന് വാക്കാ പറഞ്ഞിട്ട് കാര്യമില്ല. സാഹചര്യങ്ങളിൽ നമ്മൾ സംതൃപ്തി കൂടാതെ നമ്മൾ സമ്പത്ത് തേടിക്കൊണ്ടിരിക്കുക, സ്വത്ത് അല്ലെങ്കിൽ പദവി നിരന്തരം തേടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾ നന്ദി പരിശീലിക്കേണ്ടത്. അവിടെയാണ് നിങ്ങൾ ദാനധർമ്മങ്ങൾ നൽകേണ്ടത്. ചെറിയ അസൗകര്യങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ക്ഷമ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾ ക്ഷമ കാണിക്കേണ്ടത്. എന്തെങ്കിലും ഒരു അസൗകര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോ എന്തെങ്കിലും അല്ലാതെ ക്ഷമ പരിശീലിച്ചോ നിങ്ങൾ രക്ഷപ്പെട്ടു. ബാക്കിയെല്ലാം നിങ്ങളുടെ പുറകെ വരും. ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, യെസ് വരും. പക്ഷെ അത് പ്രയോഗിക്കേണ്ട ചില മേഖലകളുണ്ട്, ചില ടൈം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, ചില സമയങ്ങളുണ്ട്. ആ സമയത്താണ് അത് നിങ്ങൾ ചെയ്യേണ്ടത്. ആ സമയത്ത് ചെയ്യും. സൗകര്യങ്ങളിൽ ഒരിക്കലും പൊട്ടിത്തെറിക്കാൻ പാടില്ല. ഒരു വണ്ടി കൊണ്ടുവന്ന ഒരാൾ ഹോൺ അടിച്ചു, അല്ലെങ്കിൽ ഒരു വണ്ടി വട്ടം വന്നു, ഉടനെ നമ്മൾ പൊട്ടിത്തെറിക്കും. അവന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും, എതിരെ വന്നവന്റെ, ഉടനെ പൊട്ടിത്തെറിക്കും. ഭൂരിപക്ഷം ആളുകളും പൊട്ടിത്തെറിക്കുന്ന ഒരു മേഖലയാണ്. വീട്ടിൽ ആരെങ്കിലും ഭാര്യയോ മക്കളോ ഭർത്താവോ എന്തെങ്കിലും പറഞ്ഞു ഉടനെ പൊട്ടിത്തെറിക്കും. അവിടെയാണ് നമ്മുടെ ക്ഷമ. അവിടെയാണ് ക്ഷമ എന്ന് പറയുന്ന, അവിടെയാണ് യഥാർത്ഥ ഫോർഗീവ്നെസ്. അവിടെയാണ് നിങ്ങൾ ഉയർന്ന ഒരു ആത്മാവായി, നിങ്ങൾ നോർമലിൽ നിന്ന് മാറി എന്ന് തെളിയിക്കേണ്ടത് ആ സ്ഥലത്താണ്. ഒരാളുടെ അഭാവത്തിൽ എന്തെങ്കിലും കുറ്റം പറയാൻ തോന്നുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ ക്ഷമ പരിശീലിക്കും. നിങ്ങൾ യഥാർത്ഥത്തിൽ നിശബ്ദരാവേണ്ടത് ഗോസിപ്പ് പറയാൻ വരും, പരദൂഷണം പറയാൻ വരും. പറയാൻ മനസ്സിൽ തോന്നുമ്പോഴാണ്, ഒരാളില്ലാത്ത സമയത്ത് ഒരാളുടെ ഇത് പറയാൻ തോന്നുമ്പോഴാണ്. അസൂയ കാരണം മറ്റൊരാളുടെ പരാജയത്തിന് മനസ്സിൽ തോന്നലുണ്ടാകാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ ഔദാര്യവും ദാനവും ഒക്കെ കൃതജ്ഞത പരിശീലിക്കേണ്ടത്. ഗ്രാറ്റിറ്റ്യൂഡ്. അവൻ വലിയ പുള്ളിയായില്ലോ, അവന്റെ സംസാരം ഭയങ്കര നല്ലതാണല്ലോ, അവൻ വലിയ ആളാവുകയാണ്, അവൻ സമ്പത്ത് ഉണ്ടാക്കുകയാണ് എന്നൊക്കെ തോന്നുമ്പോ നമ്മൾ വിചാരിക്കണം, എനിക്ക് കിട്ടിയത് വേറെ ചില സൗഭാഗ്യങ്ങളാണ്. അവിടെയാണ് നമ്മുടെ നന്ദി, അവിടെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പരിശീലിക്കേണ്ടത്. അല്ലാതെ ഞാൻ അങ്ങനത്തെ കോച്ചിങ്ങളെ കുറിച്ച് പറയുന്നില്ല, കാരണം നമ്മളും ആ കോച്ചിങ് ആണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്. എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ എന്റെ ഗോൾഡ് മെമ്പേഴ്സിനോട് പറഞ്ഞത്, നിങ്ങൾ 41 ഡേയ്സ് ചാലഞ്ചിൽ പങ്കെടുക്കണം. അത് നിങ്ങളുടെ കോഴ്സിന്റെ ഭാഗമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആകാതെ പോയി കളയും. കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിലും കൂടെ പങ്കെടുക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഏത് സമയത്താണ് ഇത് പരിശീലിക്കേണ്ടത്. മറ്റുള്ളവർ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ദാനം ചെയ്യുന്ന ആളാണെങ്കിൽ ഒഴിവാക്കിക്കോ അത്. അവിടെ നിങ്ങൾ വേറൊരു അഹങ്കാരം കാണിക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരു മേന്മ നടിക്കുകയാണ്. മറ്റുള്ളവർ കാണുമ്പോൾ മാത്രമാണ് അപ്പൊ എനിക്ക് കൂടുതൽ കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് എനിക്ക് കൂടുതൽ കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും അറിവോ കാഴ്ചപ്പാടുകളോ നമ്മൾ പലരും കോച്ചിങ് എടുക്കുന്ന ആളുകളാണ്. നമ്മളിതിനകത്ത് ഒരുപാട് കോച്ചുമാരുണ്ട്, ഒരുപാട് കോച്ചേഴ്സ് ഉണ്ട്, ട്രെയിനേഴ്സ് ഉണ്ട്. മറ്റുള്ളവരുടെ ആരുടെയെങ്കിലും കഴിവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവരുടെ പ്രസന്റേഷനോ എന്തെങ്കിലും കാണുമ്പോൾ അവന് ഭയങ്കര കഴിവുണ്ട്, എനിക്കില്ലല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അതേപോലെ തന്നെ നിങ്ങൾക്കൊരു കഴിവുണ്ട്, നിങ്ങൾക്കൊരു അറിവുണ്ട്. അവിടെ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മികച്ചവരായിട്ട് ഒരിക്കലും കാണാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, എന്നെ നിങ്ങൾ സമൂഹത്തിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാനൊരു കോച്ചാണെന്നോ ട്രെയിനറാണെന്നോ ഒന്നും മനസ്സിലാവില്ല. എന്റെ ഡെയിലി ലൈഫിൽ നിങ്ങൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു അങ്ങനെ ഈ
ഇത്തരം നിങ്ങൾ ഒരിക്കലും ഒരാളെയും അവഗണിക്കരുതെന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും ഇത്തരം ചില ആള്. അവൻ സാധാരണക്കാരനായിരിക്കും, അവൻ ഒരിക്കലും ഇത് പറഞ്ഞു തരുന്നുണ്ടാവില്ല. ഞാൻ പറഞ്ഞു തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ അറിവ് നിങ്ങളോട് ഷെയർ ചെയ്തത്. ഞാൻ പറഞ്ഞു തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ്, എന്റെ ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം തരുന്നത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് നേടിയിട്ടുള്ള 99.9999% ആളുകളും ആരെയും ഇത് അറിയിക്കൂല, ആർക്കും ഇത് പകർന്നു കൊടുക്കൂല. അവര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു അത്യാഗ്രഹം കൊണ്ടോ ഇതൊന്നുമല്ല, അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് ആഗ്രഹമില്ല. അവർ ഒരുപാട് അന്വേഷിച്ച് അലഞ്ഞ് കണ്ടെത്തിയതാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? അവരുടെ ജീവിതം അങ്ങനെ ജീവിക്കാൻ വേണ്ടി അവർക്ക് ഇഷ്ടമായിരിക്കൂല ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുന്നത്, അവർക്ക് ഇഷ്ടമായിരിക്കൂല ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഇന്നത്തെ ഈ ലോകം ഒരുപാട് ഇത്തരം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇത് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് പേര് കൊതിക്കുന്നുണ്ട്, ഒരുപാട് പേര് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുകയാണ് എന്താണ് യഥാർത്ഥ സന്തോഷത്തിന്റെയും ശാശ്വതമായ ഒരു സമാധാനത്തിന്റെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ അറിവ് നേടിയതിന്റെ പേരിൽ നിങ്ങൾ ഒരു കഴിവ് നേടുകയാണ്. ഇപ്പൊ ഓട്ടോമാറ്റിക്കലി ഗ്രാജുവലി നിങ്ങൾ ഒരു കഴിവ് നേടിക്കൊണ്ടിരിക്കുക. ഗ്രാജുവലി നിങ്ങൾ ഒരു വിൽ പവർ, ഒരു മൈൻഡ് പവർ, ഒരു അസാമാന്യമായ ഒരു സോൾ പവർ നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പോലും അറിയാതെ. പക്ഷെ ഞാനിത് നേടിയവനാണ് എന്ന് നിങ്ങൾ ഒരിക്കലും ഒരാളുടെ മുന്നിലും അഹങ്കരിക്കാൻ പാടില്ല. അഹങ്കരിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മനസ്സിൽ കരുതാൻ പോലും പാടില്ല. നിങ്ങൾ അവിടെ അതിശക്തമായ വിനയം നിങ്ങൾ പരിശീലിക്കും. അതിശക്തമായ വിനയം നിങ്ങൾ ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ ഒരു അറിവ് നേടിയവനാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നാൻ പോലും പാടില്ല. അങ്ങനെ തോന്നിയാൽ നിങ്ങൾ അത്രയും ദിവസം നേടിയ ആ പവർ നഷ്ടപ്പെടാൻ. അതുകൊണ്ടാണ് പലർക്കും വീണ്ടും വീണ്ടും വരുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു സുഖം കിട്ടാത്തത്? നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെങ്കിലും ഒരു തോന്നൽ വന്നിട്ടുണ്ട്, ഞാൻ എന്തോ ഒന്ന് നേടിയ ആളാണ്. ഒരിക്കലും തോന്നുന്ന അന്ന് ആ ഒരു സുഖം കുറയാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വിനയം പരിശീലിക്കുക. എല്ലാ കഴിവുകളും ഈ പ്രപഞ്ചത്തിന്റെ, യൂണിവേഴ്സിന്റെ, ഈശ്വരന്റെ, ദൈവത്തിന്റെ, അള്ളാഹുവിന്റെ വരദാനമാണ്. മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു സൂപ്പർ പവറാണ്. അത് അവിടെ നിന്ന് നമുക്ക് ലഭിച്ചതാണ്, അല്ലാതെ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്തതല്ല എന്ന് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ നിങ്ങളുടെ ജീവിതത്തിൽ തൊട്ടടുത്ത് ഇഷ്ടമല്ലാതെ കിടക്കുന്ന ഒരാളുടെ ദൗർഭാഗ്യം അല്ലെങ്കിൽ അവിടുത്തെ ഒരു വിഷമം ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ ആഘോഷിക്കരുത്. മനസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് ദേഷ്യമുള്ള ഒരാളായിരിക്കും, ഒരുപാട് പ്രശ്നമുള്ളതായിരിക്കും. പക്ഷെ അവിടെയൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി ക്ഷമ, അവിടെയാണ് നിങ്ങൾ യഥാർത്ഥ ക്ഷമ. നിങ്ങൾ വെറുക്കുന്നവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ വെറുക്കുന്നവന് വേണ്ടിയിട്ട് അവന്റെ കഷ്ടപ്പാട് കാണുമ്പോൾ അവനെയും നീ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുക. അത് മഹാന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. അസാമാന്യ മൈൻഡ് പവർ. നിങ്ങൾ മൈൻഡ് പവർ നേടാനല്ല ഈ ലോകം മുഴുവൻ ഓൺലൈൻ കോഴ്സുകൾ പഠിച്ചുകൊണ്ട് കിടക്കുന്നത്. നിങ്ങൾ മനസമാധാനം, നിങ്ങൾ സന്തോഷം നേടാനും സമ്പത്ത് നേടാനും അല്ലേ നിങ്ങൾ ഈ ലോകം മൊത്തം നിങ്ങൾ എന്താണ് എന്ന സത്യം തിരിച്ചറിയാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുടെ ദൗർഭാഗ്യം വന്നു കഴിഞ്ഞാൽ ക്ഷമിച്ചുകൊണ്ട് അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാവും. നിങ്ങളുടെ പവർ വീണ്ടും വീണ്ടും വർദ്ധിച്ചു. പ്രശംസയോ സാമൂഹിക പദവിയോ കിട്ടാൻ വേണ്ടി മാത്രം നിങ്ങൾ ഒന്നും ചെയ്യരുത്. പ്രശംസയോ സാമൂഹിക സദ്യയോ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യരുത്. ഇത്രയും കാര്യം നിങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ കാക്കയും പോവും, കോഴിയും പോവും, മയിലും പോവും, പ്രാവും. കാക്കയും കോഴിയും മയിലും പ്രാവും അഹങ്കാരവും അസൂയയും പിശുക്കും എല്ലാം നിങ്ങൾ ഇന്നാണ്. അവിടെയാണ് നിങ്ങൾ യഥാർത്ഥ ഗ്രാറ്റിറ്റ്യൂഡും ഇതൊക്കെ ലാസ്റ്റ് വന്ന് കയറിയവർക്ക് ഈ കാക്കയും കോഴിയും, അത് നിങ്ങൾ ഇതിന്റെ റെക്കോർഡിംഗ് കേട്ടാൽ മതി, സമയമില്ല. അതായത് ഇതൊക്കെ നമ്മുടെ പ്രോസസ്സിലേക്ക് കിടക്കും. അപ്പൊ അതാണ് ഇതിനെക്കുറിച്ചൊരു കഥ പറയുന്നത്. വളരെ പെട്ടെന്ന് ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. ഒരു പുരാതനമായ ഒരു നഗരത്തില് ഒരു രാജകൊട്ടാരം ഉണ്ടായിരുന്നു. വലിയ കൊട്ടാരം എന്ന് പറഞ്ഞാൽ ആ കൊട്ടാരം ഭയങ്കര പ്രശസ്തി കേട്ടതായിരുന്നു. വലിയ തത്വജ്ഞാനത്തിനും അവിടെയായിരുന്നു എല്ലാവരും ഒത്തുകൂടിക്കൊണ്ടിരുന്നത്. വലിയ വലിയ പ്രഭുക്കൾ, വലിയ വലിയ നർത്തകർ, വലിയ വലിയ കലാകാരന്മാർ, വലിയ വലിയ പണ്ഡിതന്മാർ, ഇവരെല്ലാം ഈ ആത്മജ്ഞാനത്തിന്റെയും മറ്റും കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്യുന്നതിന് ഒത്തുകൂടിയിരുന്നത് ആ ഒരു കൊട്ടാരത്തിലായിരുന്നു. ജ്ഞാനത്തിന്റെ ഒരു സ്ഥലം എന്നാണ് ആ കൊട്ടാരം അറിയപ്പെട്ടിരുന്നത്. ജ്ഞാനത്തിന്റെ സ്ഥലം. ഒരിക്കലും ഒരു വലിയ വിരുന്ന് അവിടെ സംഘടിക്കും. വലിയ വിരുന്ന്, വലിയ ആത്മജ്ഞാനവും വലിയ കഴിവും വലിയ സമ്പത്തും ഉള്ളവരെല്ലാം അവിടെ ഒത്തുകൂടി. വലിയ അവിടുത്തെ ആ വിരുന്ന് ഹാളുകളെല്ലാം ഈ അതിഥികളെ കൊണ്ട് നിറഞ്ഞു. അതിഥികൾ വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരുടെ സ്വഭാവം പതിയെ മാറാൻ തുടങ്ങി. ചിലർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തിരക്ക് കൂട്ടാൻ തുടങ്ങി. അതും വലിയ വലിയ പ്രഭുക്കന്മാർ, വലിയ ധനികന്മാർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തിരക്ക് കൂട്ടാൻ തുടങ്ങി. അവൻ കൂടുതൽ എനിക്ക് വേണം, അത് വേണം, കൂടുതൽ കിട്ടുന്ന ഭാഗത്ത് പോയിരിക്കണം,
എടുക്കണം. വലിയ വലിയ നർത്തകർ അവരെ ഉണ്ടായിരുന്നു. ഒരാളെ പ്രശംസിക്കുന്നത് കാണുമ്പോൾ മറ്റൊരാൾക്ക് ഭയങ്കര ഉള്ളിൽ നിന്നും വികൃതമായ ചില വികാരങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. വലിയ വലിയ അറിവുള്ള പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഒരു പണ്ഡിതൻ എന്തെങ്കിലും ഒരു പ്രശംസ കിട്ടുമ്പോൾ മറ്റു പണ്ഡിതന്റെ ഉള്ളിൽ അതിശക്തമായ വിദ്വേഷം. ഇന്നത്തെ പണ്ഡിതന്മാരുടെയൊക്കെ അവസ്ഥ ഭൂരിപക്ഷം പേരുടെയും, എല്ലാവരുടെയും അല്ല, കുറെ പേരുടെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെ. ഉടലെടുക്കാൻ തുടങ്ങി. അങ്ങനെ വെറുപ്പ് അവിടെ നിറയാൻ തുടങ്ങി. ചില യുവാക്കളും മറ്റു ചിലരും, അതിനിടയിലും യുവതികളും പുരുഷന്മാരെ സ്ത്രീകളെയൊക്കെ അവിടെ തേടാൻ തുടങ്ങി, അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ. ഉടനെ ആ ജ്ഞാനത്തിന്റെ കൊട്ടാരത്തിൽ ഒരു നിഴൽ പതിയെ പരക്കാൻ തുടങ്ങി. അങ്ങനെ ആ നിഴൽ പരന്ന് വലിയൊരു രൂപമായി മാറി. വാതിലുകളെല്ലാം തനിയെ അടയാൻ തുടങ്ങി. എല്ലാവരും അതിന്റെ ഉള്ളിലിരുന്ന ഓരോരുത്തരും ഭയക്കാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇതിലൊരു ജ്ഞാനിയായ ഒരു സന്യാസി വര്യൻ മാത്രം സംസാരിക്കാൻ ശ്രമിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന്റെ സംസാരം വരെ അങ്ങനെ അടഞ്ഞടഞ്ഞു പോകാൻ തുടങ്ങി. ആ ശക്തമായ ഇരുട്ട് പറഞ്ഞു, ഞാൻ നിഴലുകളുടെ യജമാനനാണ്, നിങ്ങളെല്ലാവരും എനിക്കുള്ളതാണ്. മുറിയിൽ പെട്ടെന്ന് പരിഭ്രാന്തി പടർന്നു. ജ്ഞാനിയായ സന്യാസി കണ്ണുകൾ അടച്ച് ഹൃദയം നിശബ്ദമാക്കി മുഴുവൻ ചിന്തകളും നിശ്ചലമാക്കി പതിയെ ശ്വസിച്ചുകൊണ്ട് മന്ത്രിച്ചു, നിഴലുകളുടെ യജമാനനെ, നിങ്ങളുടെ യഥാർത്ഥ രൂപം എനിക്കൊന്ന് കാണിച്ചു തരും. ഇപ്പോഴാണ് ആ നിഴലുകളുടെ യജമാനൻ നിഴല് പറയുകയാണ്, ആ ഇരിക്കുന്ന എല്ലാവരും അവരുടെ ഉള്ളിൽ ഒളിപ്പിക്കുന്ന ആഗ്രഹവും അവരുള്ളിൽ ഒളിപ്പിക്കുന്ന കോപവും അവരുള്ളിൽ ഒളിപ്പിക്കുന്ന അസൂയയും എല്ലാമാണ് ഞാൻ ഒരു ശത്രുവല്ല. സത്യത്തിൽ നിങ്ങൾ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അസൂയയും അഹങ്കാരവും കാപട്യവും ഒക്കെ നിങ്ങളുടെ ശത്രുവാണെന്നാണ്. അങ്ങനെ നിങ്ങൾ എടുക്കരുത്. ഞാൻ പറഞ്ഞു തന്നപ്പോൾ അങ്ങനെ നിങ്ങൾ അതാണ് ഈ കഥയിൽ പറയുന്നത്. ആ നിഴല് തന്നെ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല. ശത്രു അല്ലെങ്കിൽ പിന്നെ അഹങ്കാരവും അസൂയവും കാപട്യവും പരദൂഷണവും ഏഷണിയൊക്കെ എന്താണ്? നമ്മൾ അതിന്റെ ശത്രു, നമ്മുടെ ശത്രുവാന്ന് വിചാരിച്ചത് ഇപ്പൊ തന്നെ ആട്ടിപ്പായിക്കാനല്ലേ നിങ്ങൾ ഇരുന്നത്? ഞാൻ പറഞ്ഞപ്പോ എന്റെ ശത്രുവാണ് അഹങ്കാരം, എന്റെ ശത്രുവാണ് മറ്റുള്ളവരുടെ ദേഷ്യം തോന്നൽ, അല്ലേ? അങ്ങനെയല്ലേ നമ്മളെല്ലാരും വിചാരിച്ചിരിക്കുന്നത്? യെസ്. എന്നാൽ അത് നിങ്ങളുടെ സത്യമാണ്, ശത്രുവല്ല. അത് നിങ്ങളുടെ സത്യമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ശത്രുവാണെന്ന് നടിക്കുന്നത്? നമ്മൾ അവിടെ മറച്ചു വെക്കുവാണ് ഇതൊന്നും എന്നിലില്ല. ഓടിപ്പോവും. ഇതുണ്ടെങ്കിൽ തന്നെ ഇറങ്ങിപ്പോവും. അവരെ നശിപ്പിക്കുകയല്ല വേണ്ടേ, അവരെ നമ്മുടെ ആത്മാവിന്റെ മുമ്പിൽ, നമ്മുടെ സോളിന്റെ മുന്നിൽ, നമ്മുടെ മൈൻഡ് പവറിന് മുമ്പിൽ നമ്മൾ വെളിപ്പെടുത്തുകയാണ് വേണ്ടത്. ഇത് സത്യമാണ്, ഇതുള്ളതാണ്, ഇതിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്റെ മൈൻഡിന്, എന്റെ ആത്മാവിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ സത്യത്തെ മുമ്പിൽ കാണുക, സത്യത്തെ നിയന്ത്രിക്കാം. അവിടെയാണ്. അല്ലാതെ ഇതിനെ ശത്രുവാക്കിയിട്ടല്ല നമ്മൾ ഓടിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ അതിന് ഓടിപ്പോകരുത്. അത് മറക്കരുത്. സത്യസന്ധതയോടുകൂടി അതിനെ കാണും. അതോടുകൂടി അതിന്റെ ശക്തി നഷ്ടപ്പെട്ടു. അതാണ് ഇതിന്റെ രഹസ്യം. സത്യസന്ധതയോടുകൂടി എന്റെ ഉള്ളിൽ അതുണ്ട് എന്ന് നമ്മൾ കാണുക, നമ്മുടെ മുമ്പിൽ, നമ്മുടെ കണ്ണാടിയിൽ കാണുക. അതുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ അതിന്റെ ശക്തി നഷ്ടപ്പെട്ടു. സത്യസന്ധതയോടുകൂടി നിങ്ങൾ നിങ്ങളുടെ അഹങ്കാരത്തെ, നിങ്ങളുടെ അസൂയയെ, നിങ്ങളുടെ പരദൂഷണത്തെ, നിങ്ങളുടെ പിശുക്കിനെ, നിങ്ങളുടെ ആത്മാവിനെയും നിങ്ങളുടെ മൈൻഡിനെ, പവറിനെയും തടയുന്ന ആ ശക്തികളെ നിങ്ങൾ ശത്രുവായി കാണാൻ സത്യസന്ധതയോടുകൂടി അത് എന്നിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെ നോക്കുന്ന സമയത്ത് അതിന്റെ ശക്തി പൂർണ്ണമാണ്. ഇതാണ് ആ നിഴൽ അവിടെ പറഞ്ഞത്. ഉടനെ അവരെല്ലാവരും തിരിച്ച് അവരിലേക്ക് നോക്കാൻ തുടങ്ങി. അപ്പൊ അവർക്ക് മനസ്സിലായി, ഇതെല്ലാം എന്റെ അതിഥികളെല്ലാം, ആ കൊട്ടാരത്തിലെ മുഴുവൻ അതിഥികളും അവരിലേക്ക് നോക്കാൻ തുടങ്ങി, അവരുടെ അകത്തേട്ട് നോക്കാൻ തുടങ്ങി. ഉടനെ ഭക്ഷണം കൂടുതൽ ശേഖരിച്ച് അവർക്ക് മനസ്സിലായി, എന്റെ മനസ്സിൽ ഇങ്ങനെ ഒന്നും വരുന്നുണ്ട്, ശരിക്കും ഉള്ളതാണ്, എനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. നർത്തകിമാരും ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ അത്ര സുന്ദരിയാണെങ്കിലും എന്റെ ഒപ്പം തന്നെ അവർക്കും സൗന്ദര്യമുണ്ട്, എന്റെ ഒപ്പം തന്നെ കഴിവുകളും അവർക്കുണ്ട്, എനിക്ക് ആരുടെയും പ്രശംസ ആവശ്യമില്ല എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി. സർവശക്തനെന്ന് അഹങ്കരിച്ച യോദ്ധാവ് ഒരേ സമയം വിനയം വന്നുകൊണ്ട് പറഞ്ഞു, എന്നെ പോലെ തന്നെ കഴിവുള്ള ഒരുപാട് പേരുണ്ട്. ഉടനെ തന്നെ അവിടെ കാമം കാണിച്ചിരുന്ന യുവപ്രഭുക്കന്മാരും യുവപ്രഭുക്കികളും ഒക്കെ പെട്ടെന്ന് അതിന് ബഹുമാനമായി മാറി. പെട്ടെന്ന് അത് സഹജീവികളോടുള്ള ബഹുമാനമായി. ഓരോ അതിഥികളും അവരുടെ നിഴലിനെയാണ് പ്രതിനിധീകരിച്ചുകൊണ്ടിരുന്നത്. ആ നിഴലാണ് വളർന്നു വലുതായത്. നമ്മുടെയും നിഴലുകളെയാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത്. നമ്മൾ അതിനെ കാണുക. അപ്പോൾ അത് അലിഞ്ഞ് ഇല്ലാതായി പോകും. വെളിച്ചത്താൽ നിറയും നിങ്ങളുടെ മനസ്സ്. എത്ര പേരുടെ കണ്ണുകൾ തുറന്നെങ്കിൽ എന്നൊന്ന് ടൈപ്പ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ഇന്ന് നിങ്ങളുടെ കണ്ണുകൾ തുറന്നിട്ടുണ്ടാവും. കുറച്ചുകൂടി ആത്മാർത്ഥമായി നമ്മൾ വളരെ കംപ്ലീറ്റ്ലി എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ ഇവിടെ ഇരിക്കുക. ഓക്കെ, എല്ലാം ഉപേക്ഷിച്ചിരിക്കുക. ഈ സംസാരം അല്ലാട്ടോ വലുത്. ഈ സംസാരം ഒരു സപ്പോർട്ടിങ് മാത്രമാണ്. ഈ സംസാരം ഒരു താങ്ങ് മാത്രമാണ്. ഞാനും ഹൈദരലി സാറും ഈ ബാക്കിയുള്ള മുഴുവൻ എല്ലാ കോച്ചുമാരും ഓരോ ദിവസവും ഓരോ കോച്ചുമാരും വന്ന് അവരുടെ വ്യത്യസ്തമായ ആശയങ്ങളും എന്റെ മനസ്സിലെ ആശയങ്ങളും ഇതും എല്ലാം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. അതല്ല നിങ്ങളെ തേച്ച് മിനുക്കുന്നത് ആ 10 മിനിറ്റ് നേരത്തെ നിശബ്ദതയാണ്. 10 മിനിറ്റ് നേരത്തെ നിശബ്ദത, അതും നിങ്ങൾ ഒറ്റയ്ക്കല്ല, അത്രയും 100-ലധികം ആളുകളുടെ ഒരേ സമയത്തുള്ള
ഒരേ സോൾ കണക്ടിവിറ്റി. അതാണ് അതിന്റെ പവർ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു അതിശക്തമായ ഒരു ട്രാൻസ്ഫോമറിലൂടെ നിങ്ങൾ കണക്ട് ചെയ്യുക. അതാണ് അതിന്റെ പവർ. അപ്പൊ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് എല്ലാം വിട്ടേരെ മനസ്സിൽ. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എല്ലാം മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കംപ്ലീറ്റ്ലി വിടുക. നിങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം പരിഹരിക്കപ്പെടും.